നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജവയ്പ്. ഗ്രന്ഥങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ ശ്രീദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതീ സങ്കല്പത്തിൽ പൂജവയ്പ് നടത്താവുന്നതാണ്. കേരളീയർക്ക് പ്രധാനമായും ഉള്ളതാണ് പൂജവയ്പും വിദ്യാരംഭവും. വിദ്യ കൊണ്ട് വിജയം നേടാനായി നമ്മുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പണിയായുധങ്ങൾ, അതുപോലെ ഓരോരുത്തരും അവനവൻ്റെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂജ വയ്ക്കാവുന്നതാണ്. പൂജ വയ്ക്കുന്നത് സ്വന്തം വീട്ടിലോ ക്ഷേത്രത്തിലോ ആകാവുന്നതാണ്. ഈ വർഷത്തെ പൂജവയ്പ് വരുന്നത് സെപ്റ്റംബർ 29 തിങ്കളാഴ്ച വൈകുന്നേരമാണ്. പൂജ വയ്ക്കുന്നത് വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷേത്രത്തിലാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല. സാധാരണ ദുർഗ്ഗാഷ്ടമി ദിവസമാണ് പൂജവയ്പ് നടത്തുന്നത്. എന്നാൽ ഈ തവണ അതിൽ വിപരീതമായി ദുർഗ്ഗാഷ്ടമിയുടെ തലേ ദിവസം തിങ്കളാഴ്ചയാണ് പൂജ വയ്ക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ദുർഗ്ഗാഷ്ടമി വരുന്നത്. അതുകൊണ്ട് ആരും മറക്കാതെ തന്നെ തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം തന്നെ പൂജ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഷ്ടമി തിഥി സന്ധ്യ വരുന്നത് ദുർഗ്ഗാഷ്ടമിക്ക് ഒരു ദിവസം മുൻപാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ പൂജ വയ്ക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവതി സാന്നിധ്യമുള്ള മുഹൂർത്തത്തിൽ പൂജ വയ്ക്കണം. ഭഗവതി സാന്നിധ്യമുള്ള മുഹൂർത്തം 6:12 മുതൽ 7:20 വരെയാണ്. ഈ സമയത്ത് പൂജ വയ്ക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. അതുപോലെ കൃത്യം 7:20 പൂജ വയ്ക്കുകയാണെങ്കിൽ വളരെ ഐശ്വര്യദായകവുമാണ്. വീട്ടിൽ പൂജ വയ്ക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തത് വീടും പരിസരവും നമ്മുടെ പൂജാമുറിയും ഒക്കെ വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. നന്നായി അടിച്ചു വാരി വൃത്തിയാക്കുക. അതുപോലെ തന്നെ മഞ്ഞൾ ജലമോ അല്ലെങ്കിൽ തുളസി ഇലയിട്ട വെള്ളമോ ഒക്കെ കൊണ്ട് വീടും പരിസരവും ഒക്കെ ഒന്ന് തളിച്ച് വൃത്തിയാക്കാം. മൂദേവി പോയി ഭഗവതിയെ സ്വീകരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വിളക്ക് വയ്ക്കുമ്പോൾ കിഴക്ക് ദർശനമായി വേണം വയ്ക്കാനായിട്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്ക് ദർശനമായി ബുക്കും പുസ്തകങ്ങളും എല്ലാം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൂജ വയ്ക്കുന്നിടത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്താൽ കൂടുതൽ അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. അതിലൊന്നാമത്തത് നമ്മൾ വെക്കേണ്ട കുറച്ച് വിഗ്രഹങ്ങളും ഫോട്ടോകളുമാണ്. ഒന്നാമതായി നമ്മൾക്ക് ഗണപതിയുടെ വിഗ്രഹമോ ചിത്രമോ ഉണ്ടെങ്കിൽ വയ്ക്കാം. രണ്ടാമത് നമുക്ക് സരസ്വതി ദേവിയുടെ വിഗ്രഹം അഥവാ ചിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കാം. ഇനി സരസ്വതി ദേവിയുടെ ചിത്രം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവിയുടെ ചിത്രം വെച്ചാൽ മതിയാവും. കൂടെ മഹാവിഷ്ണു അഥവാ കൃഷ്ണൻ എന്നീ ചിത്രങ്ങളും വയ്ക്കാവുന്നതാണ്. വിളക്ക് തെളിക്കുമ്പോൾ 5 തിരിയിട്ട് വേണം വിളക്ക് തെളിക്കാൻ. കൂടെ കിണ്ടിയിൽ കുറച്ച് തുളസിക്കതിരോ തുളസി ഇലയോ ഇട്ട വെള്ളവും വയ്ക്കണം. പൂജാ സാമഗ്രികൾ ശരിക്കും പീഠമൊരുക്കി അതിൽ വേണം വയ്ക്കാനായിട്ട്. പൂക്കളും കുറച്ച് കരുതാം. നമ്മൾ പൂജ വയ്ക്കുന്ന പുസ്തകങ്ങൾ വെറും നിലത്ത് ഒരിക്കലും വെക്കരുത്. ടേബിളിലാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ ഒരു നല്ല വൃത്തിയുള്ള തുണി വിരിച്ചതിന് ശേഷം വേണം വയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ പീഠത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ പുസ്തകങ്ങൾ നന്നായി ഒരു നല്ല പേപ്പർ ഇട്ട് പൊതിഞ്ഞ് അതിൻ്റെ 4 മൂലയിലും മഞ്ഞളോ ചന്ദനം എന്നിവയൊക്കെ തൊടിവിച്ച് വേണം വയ്ക്കാനായിട്ട്. പൂജയ്ക്ക് പീഠമൊരുക്കുകയാണെങ്കിൽ ഒരു ചെറിയ വാഴയിലയിൽ കുറച്ച് മഞ്ഞൾ, ചന്ദനം, കുങ്കുമം എന്നിവയും വയ്ക്കുക. ഓരോ ദിവസവും വിളക്ക് തെളിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മഞ്ഞളും ചന്ദനവും കുങ്കുമവും ഒക്കെ നമുക്ക് നെറ്റിയിൽ ചാർത്താവുന്നതുമാണ്. പൂജ വയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പേന, പെൻസില്, ബുക്ക്, പുസ്തകം, കാൽക്കുലേറ്റർ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എന്നിവയൊക്കെ പൂജ വയ്ക്കാവുന്നതാണ്. മുതിർന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പൂജ വയ്ക്കാനായിട്ട് പുസ്തകവും ബുക്കും ഒന്നുമില്ലാത്തവരാണെങ്കിൽ രാമായണം, മഹാഭാരതം, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം എന്നീ മഹത് ഗ്രന്ഥങ്ങൾ വയ്ക്കാവുന്നതാണ്. ഏത് പുസ്തകങ്ങളും വെച്ചാലും അതിൽ കുറച്ച് മഞ്ഞൾ, ചന്ദനം, കുങ്കുമം എന്നിവ ചാർത്താവുന്നതാണ്. നിലവിളക്ക് പെട്ടെന്ന് കെടാതെ നോക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 5 തിരിയിട്ട നിലവിളക്കായിരിക്കണമെന്ന് മുൻപേ പറഞ്ഞതാണ്. അതിൽ കുറച്ച് പൂക്കൾ കൂടി വയ്ക്കാം. നിലവിളക്ക് കൊളുത്തുമ്പോൾ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. പുസ്തകങ്ങൾ, ചിത്രങ്ങൾ, നിലവിളക്കിൻ്റെ പാദം എന്നിവയിലെല്ലാം പൂക്കൾ സമർപ്പിച്ച് നമുക്ക് ഓരോ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. ഓം ഗം ഗണപതയേ നമ, ഓം സം സരസ്വത്യേ നമ, ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ, ഓം നമോ നാരായണായ, ഓം നമഃശിവായ എന്നീ മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ്. നവരാത്രി ആഘോഷങ്ങളുടെ സമാപനത്തിലാണ് വിദ്യയുടെ ആരംഭം. സകല വിദ്യകൾക്കും തുടക്കം കുറിക്കാൻ ഈ ദിവസം ഏറ്റവും അനുകൂലമാണ്. തിഥി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തുന്നത്. പൂജവയ്പ് കഴിഞ്ഞ് ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും പൂജ എടുക്കുന്നതിനും വിദ്യാരംഭത്തിനും ഒക്ടോബർ 2 കാലത്ത് 5:12 മുതൽ അനുകൂലമാണ്. 9:16 വരെ വിദ്യാരംഭത്തിന് ജ്യോതിഷപരമായി ഉത്തമമായ സമയമാണ്. അപ്പോൾ വിജയദശമി വരെ ഒരുവിധ അധ്യയനവും പാടില്ലാത്തതാണ്.
വീടുകളിൽ പൂജ വയ്ക്കുമ്പോൾ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മുൻപും പറഞ്ഞു. ശുദ്ധിയുള്ള സ്ഥലത്താകണം പൂജ വയ്ക്കേണ്ടത്. പൂജാമുറിയാണ് ഏറ്റവും അത്യുത്തമം. ഇനി പൂജാമുറി ഇല്ലാത്ത ഭവനങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഹാളിൽ വയ്ക്കാം. ഈശാന കോണായ വടക്ക് കിഴക്ക് ഭാഗത്ത് നോക്കി വേണം പൂജ വയ്ക്കേണ്ടത്. പൂജ വയ്ക്കുന്നതിന് മുമ്പ് അവിടം വൃത്തിയാക്കണം. അതിനായി മുൻപ് പറഞ്ഞ പോലെ തുളസി വെള്ളമോ ചാണക വെള്ളമോ മഞ്ഞൾ കലക്കിയ വെള്ളമോ ഒക്കെ ഉപയോഗിക്കാം. വീണ്ടും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത് തെറ്റ് വരാതിരിക്കാനാണ്. പുസ്തകം പൂജ വയ്ക്കുന്നിടത്ത് ഗണപതി, സരസ്വതി, ലക്ഷ്മി ദേവി എന്നീ 3 ദൈവങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കാം. അതുപോലെ തന്നെ മേശപ്പുറത്തോ പീഠത്തിലോ വയ്ക്കുന്നതാണ് അഭികാമ്യം. വെറും തറയിൽ വയ്ക്കരുത്. സരസ്വതി ദേവിയുടെ ചിത്രത്തിൻ്റെ വലതുഭാഗത്ത് ഗണപതി ഭഗവാന്റെ ചിത്രം വയ്ക്കാം. ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവിയുടെ ചിത്രവും വയ്ക്കാം. സരസ്വതി ദേവിയുടെ മുന്നിലായിട്ട് വേണം പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കാൻ. ഇനി നമ്മുടെ ഇഷ്ടപ്രകാരം ചിത്രങ്ങളൊക്കെ പൂമാലകളോ തുളസിമാലകളോ ഒക്കെ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ്. ചിത്രങ്ങൾക്ക് മുൻപിലും വിളക്കിൻ്റെ അടിഭാഗത്തും പാദഭാഗത്തും ഒക്കെ പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ശേഷം ഓരോ ചിത്രങ്ങൾക്ക് മുന്നിലും നിലവിളക്കുകൾ കത്തിച്ച് വയ്ക്കാവുന്നതാണ്. ഓരോ ചെറിയ വിളക്കുകളുണ്ടെങ്കിൽ അത് കത്തിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ വലിയ വിളക്കാണെങ്കിൽ വലിയ വിളക്കിൽ 5 തിരിയിട്ട് വേണം വിളക്ക് തെളിക്കാനായിട്ട്. ഇനി നമുക്ക് കഴിയുമെങ്കിൽ ഗണപതിയുടെ ചിത്രത്തിന് മുൻപിൽ അവൽ, മലര് തുടങ്ങിയ നിവേദ്യ വസ്തുക്കളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. അഷ്ടമി ദിവസം സന്ധ്യയ്ക്ക് നിലവിളക്കുകൾ തെളിയിക്കണം. ശേഷം ഭഗവാന്മാരെ കർപ്പൂരമൊഴിഞ്ഞ് പൂക്കൾ കൈകളിലെടുത്ത് ദേവതകളെ മനസ്സിൽ ധ്യാനിച്ച് ഉപകരണങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ അർപ്പിച്ച ശേഷം വേണം പൂജ വയ്ക്കാനായിട്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നിലവിളക്ക് തെളിച്ച് കഴിഞ്ഞത് പെട്ടെന്ന് കെട്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും നിലവിളക്ക് തെളിച്ച് തന്നെ വെക്കണം. എണ്ണയൊക്കെ ഒഴിച്ച് കൃത്യമായി അത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പൂജ വയ്ക്കുന്ന ദിവസവും അതിൻ്റെ പിറ്റേന്നുമൊക്കെ മത്സ്യമാംസാദികളൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കുക. അരിയാഹാരം ഒരു നേരം മാത്രം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ ദിനങ്ങളിൽ നമ്മൾ ലളിതാ സഹസ്രനാമം 3 നേരവും പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. പൂജവയ്പ്പിലും പൂജയിലും ഒക്കെ പങ്കെടുക്കുന്നതിന് മുൻപ് ദേഹശുദ്ധി വരുത്തണം. പൂജവയ്പ്പിന് മുന്നോടിയായി ആദ്യം ഗുരുവിനെയും ഗണപതിയെയും പ്രാർത്ഥിച്ചതിന് ശേഷം വേണം പൂജ വയ്ക്കാനായിട്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇത്തവണ പൂജ വയ്ക്കാനും വിജയദശമി ദിവസം നമ്മൾ വിദ്യാരംഭമൊക്കെ കുറിക്കാനും. പൂജ എടുക്കുന്ന ദിവസം, അതായത് വിജയദശമിയുടെ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം പുസ്തകങ്ങളിൽ പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് പൂജ നടത്താം. ശേഷം ചന്ദനത്തിലോ കളഭത്തിലോ ഒക്കെ തുളസിയില തൊട്ട് ഓരോ പുസ്തകത്തിലും ഉപകരണത്തിലും ഒക്കെ വെച്ചിട്ട് പൂജ എടുക്കാവുന്നതാണ്. പൂജ എടുക്കുമ്പോൾ അരിയിലോ മണ്ണിലോ ഓം ഗം ഗണപതിയെ നമ എന്നെഴുതിയ ശേഷം പൂജയ്ക്ക് വെച്ച പുസ്തകത്തിലെ ഒരു വരിയെങ്കിലും വായിക്കുന്നതും അത്യുത്തമമാണ്. അപ്പോൾ ഇത്തവണത്തെ പൂജവയ്പ്പൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഐശ്വര്യം കുടുംബത്തിനും നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇത്തവണത്തെ പൂജവയ്പ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൂജവയ്പ്പും പൂജയെടുപ്പും അതുപോലെ വിദ്യാരംഭം കുറിക്കലുമൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ, സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ മംഗളമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.